+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന അധ്യായത്തിൻ്റെ 9ാം ഭാഗം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആർഗൻറ്റ് പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അതാണ് നാം ഡിസ്കസ് ചെയ്തത്. അതിനോടനുബന്ധപ്പെട്ട ഏതാനും കോംപ്ലക്സ് നമ്പറുകളെ പോളാർ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. കൺവെർട്ട് the following complex numbers into polar form. ഒരു 12 ക്വസ്റ്റ്യനാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ 1 പ്ലസ് ഐ 1 മൈനസ് ഐ -1 പ്ലസ് ഐ -1 മൈനസ് ഐ 1 പ്ലസ് ഐ √3 പ്ലസ് ഐ 1 മൈനസ് ഐ √3 -1 പ്ലസ് ഐ √3 -1 മൈനസ് ഐ √3 ഐ -3 -2i എന്നീ 12 ക്വസ്റ്റ്യൻസാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്നീ 12 കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ് പോളാർ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത്. തുടർന്ന് ഈ ക്വസ്റ്റ്യൻസിന് ശേഷം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഏതാനും ക്വസ്റ്റ്യൻസ് കൂടി ഇവിടെ പരിചയപ്പെടുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ z = 1 പ്ലസ് ഐ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ z = 1 പ്ലസ് ഐ. നമുക്കറിയാം 1 എന്നുള്ളതാണ് റിയൽ പാർട്ട്, 1 എന്നുള്ളത് തന്നെയാണ് ഇമാജിനറി പാർട്ട്. അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ് x = 1 ആൻഡ് y also 1. ഫസ്റ്റ് വി ഫൈൻഡ് r, the modulus of the complex number. r = root of x square plus y square equal to x square 1 square plus 1 square equal to √2. r ൻ്റെ വാല്യൂ കിട്ടി √2 or mod z. Then we have to find argument theta. For this, tan theta equal to y by x equal to 1 by 1 1. Here x equal to 1 and y equal to 1. Therefore x and y are 1. Therefore it is in first quadrant. First quadrantലാണ് ഈ വാല്യൂ. tan theta 1 ആണെങ്കിൽ it is very clear that theta equal to pi by 4 or 45 degree. അപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റയാണ് ആവശ്യം. ഒന്ന് ആറിൻ്റെ വാല്യൂ, മറ്റൊന്ന് ആറിൻ്റെ വാല്യൂ ആണ് ആവശ്യമുള്ള ഒന്ന്, മറ്റൊന്ന് തീറ്റ, മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് 1 പ്ലസ് ഐ ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ √2 ഇൻറ്റു cos pi by 4 plus I sin pi by 4. This is the polar form. 1 plus I. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്താൽ cos pi by 4 1 by √2 sin pi by 4 1 by √2 √2 ഇൻറ്റു 1 by √2 plus 1 by √2 2 √2 ക്യാൻസൽ ചെയ്താൽ we can easily find 1 plus I equal to 1 plus I. Then question number 2. Z equal to, രണ്ടാമത്തെ question, Z equal to 1 minus I. As above, we can write real part x equal to 1 and imaginary part y equal to -1. From this we can find value of r. r equal to root of x square plus y square equal to 1 square plus -1 whole square, and clearly it is 2 √2. Answer √2. Then we have to find tan theta. Tan theta equal to, by definition, y by x.
y by x equal to minus 1 by 1 minus 1. Here tan theta is negative. Therefore from figure it is clear that this is first quadrant, second quadrant, third quadrant and fourth quadrant. And we have in tan theta is negative, therefore it is in either second quadrant or fourth quadrant. ഇവിടെ എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആംഗിൾ. ഈ ആംഗിളാണ് നാം കാണേണ്ടത്. ഇറ്റ് ഈസ് നെഗറ്റീവ് ഫോം. ഇവിടെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇത് ആംഗിൾ മൈനസ് തീറ്റ ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ പൈ മൈനസ് തീറ്റ. തേർഡ് ക്വാഡ്രൻറ്റിൽ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിലാണ് കാണേണ്ടത്. നമുക്കറിയാം ടാൻ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് മാറുന്നത് ക്വാഡ്രൻറ്റിനനുസരിച്ചാണ്. വി ഹാവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ തീറ്റ ഈസ് പോസിറ്റീവ് ആൻഡ് ഇൻ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടാൻ ആംഗിൾ ഈസ് നെഗറ്റീവ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആംഗിൾ കാണേണ്ടത് ടാൻ തീറ്റയുടെ വാല്യൂ -1, ടാൻ തീറ്റയുടെ വാല്യൂ 1 വരുന്നത് പൈ ബൈ 4 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ നാം കാണേണ്ടത് ടാൻ തീറ്റ ഈക്വൽ ടു മൈനസ് പൈ ബൈ 4. രണ്ട് ഡാറ്റയാണ് പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. ഒരെണ്ണം ആർ എന്ന വാല്യൂ, മറ്റൊന്ന് തീറ്റ. ആറിൻ്റെ വാല്യൂ 2 ആൻഡ് തീറ്റ ഈക്വൽ ടു മൈനസ് പൈ ബൈ 4. Therefore we can write 1 minus I equal to r into cos theta plus I sin theta. I sin theta. R in the value √2. Then cos minus pi by 4 plus I sin minus pi by 4. This is 1 minus I. This is the answer in polar form. Then question number 3. Third question. Z equal to -1 plus I. As above, we can write real part x equal to -1 and imaginary part y equal to 1. R equal to root of direct ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. R equal to root of x square plus y square equal to root of -1 square plus 1 square equal to √2. R ൻ്റെ വാല്യൂ √2. Then tan theta equal to y by x equal to 1 by -1 and equal to -1. Tan theta വാല്യൂ -1. Tan theta വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. Tan theta negative, therefore it is either in second or fourth quadrant. X നെഗറ്റീവ് ആണ്, y പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആംഗിൾ ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇവിടെ ക്വാഡ്രൻറ്റിനനുസരിച്ചാണ് ആംഗിൾ നെഗറ്റീവ് വാല്യൂ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം തീറ്റ എന്നുള്ളത് പൈ ബൈ 4 ആണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് പൈ ബൈ 4 ആൻഡ് പൈ മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു 3 പൈ ബൈ 4. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ r ഈക്വൽ ടു √2 ആൻഡ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4. ആറിൻ്റെ വാല്യൂ കിട്ടിയത് √2, തീറ്റ 3 പൈ ബൈ 4. Therefore -1 plus I equal to r into cos theta plus I sin theta equal to √2 into cos 3 pi by 4 plus
I sine 3 pi by 4. This is minus 1 plus I 3 pi by 4. This is the answer, required polar form. Then question number 4. Fourth question. Z equal to minus 1 minus I. Also we have x equal to minus 1 and y equal to minus 1. R equal to root of x square plus y square equal to root of minus 1 square plus minus 1 square equal to root 2. Answer root 2. Tan theta equal to y by x. Y equal to minus 1 by minus 1 equal to 1. Answer 1. Tan theta equal to 1. Tan theta പോസിറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാകണമെന്നില്ല. എക്സ് നെഗറ്റീവാണ്, വൈ നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മുടെ ആംഗിൾ ഇൻ തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ഇതാണ് വരേണ്ടത്. ദറ്റ് ഈസ് നെഗറ്റീവ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആംഗിൾ ഈസ് മെഷേർഡ് ആസ് നെഗറ്റീവ് ആൻഡ് ഇൻ പോസിറ്റീവ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആംഗിൾ ഈസ് മെഷേർഡ് ആസ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ എന്നുള്ളത് പൈ ബൈ 4 ആണ്. നമ്മളിവിടെ കണക്കാക്കേണ്ടത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ തീറ്റ, ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ മൈനസ് തീറ്റ, ദെൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ. അതുകൊണ്ട് നമ്മുടെ ആംഗിൾ ഇവിടെ തീറ്റ ഈക്വൽ ടു മൈനസ് ഓഫ് പൈ മൈനസ് 1 വരുന്ന വാല്യൂ പൈ ബൈ 4 ആണ്. അങ്ങനെയാണ് നാം ഇത് കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 4 3 പൈ ബൈ 4. അപ്പോൾ നമ്മുടെ ആംഗിൾ കിട്ടിയത് 3 പൈ ബൈ 4. നമുക്ക് 2 ഡാറ്റയാണ് ആവശ്യം, 2 വാല്യൂ കിട്ടി. R ഈക്വൽ ടു റൂട്ട് 2 ആൻഡ് തീറ്റ ഈക്വൽ ടു മൈനസ് 3 പൈ ബൈ 4. ക്ലിയർലി ദിസ് ആംഗിൾ ഈസ് this is pi by 4, second pi by 4, third pi by 4. It is very clear. Therefore minus 1 minus I equal to formula R into cos theta plus I sin theta equal to R equal to root 2 into cos minus 3 pi by 4 plus I sin minus 3 pi by 4. ഇവിടെ മൈനസ് വരുമ്പോൾ എന്തായാലും നിർബന്ധമായി ബ്രാക്കറ്റ് ഇടേണ്ടതാണ്. minus 1 minus I equal to. Then question number 5. Fifth question. Z equal to 1 plus I root 3. Here real part is 1, imaginary part is 3, root 3. Therefore x equal to 1 and y equal to root 3. X equal to 1, y equal to root 3. Then R equal to root of x square plus y square equal to 1 square plus root 3 square equal to 1 plus 3. Root of 1 plus 3 equal to root 4. Clearly it is 2. R equal to 2. Tan theta equal to y by x.
y equal to root 3 by 1, root 3. Here x and y are positive, therefore angle is in first quadrant. And tan theta equal to root 3, therefore theta, very clear, it is 60 degree pi by 3. Then 1 plus I root 3. I root 3 equal to r into cos theta plus I into r sin theta equal to r equal to 2, and cos theta pi by 4 pi by 3 plus I sin pi by 3. 1 plus I root 3 equal to, then question number 6, z equal to root 3 plus I. Here real part is root 3, imaginary part 1, therefore we can write x equal to root 3 and y equal to 1, r equal to root of x square plus y square, x square plus y square equal to root 3 square plus 1 square. On simplification we get 3 plus 1, root 3 plus 1 equal to root 4, and root 4 equal to 2, therefore r equal to root 2, and tan theta equal to y by x, and y equal to 1, x equal to root 3. Here x and y are positive, therefore angle is in first quadrant, therefore we can clearly write theta equal to pi by 6, 30 degree, pi by 6. Therefore we have found r equal to root 3 and theta equal to pi by 6. Therefore root 3 plus I equal to r into cos theta plus I sin theta equal to r equal to 2, and cos pi by 6 plus I sin pi by 6. This is root 3 plus I. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പരാമർശിക്കാത്തത്. Then question number 7. Z equal to 1 minus I root 3. Here real part is 1, imaginary part root 3. Therefore we can write x equal to 1 and y equal to imaginary part minus root 3. Therefore r modulus root of x square plus y square equal to 1 square plus minus root 3 whole square. On simplification it is clear, 1 plus 3 equal to root 4 and root 4 equal to 2. Then tan theta equal to y by x equal to minus root 3 by 1, that is minus root 3. ഇതിൽ നിന്ന് ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവാണ്. ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഐദർ ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓർ ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇവിടെ ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവാണ്, കൂടാതെ എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. അതുകൊണ്ട് അറിയാം നമുക്ക് നമ്മുടെ വാല്യൂ വൈ നെഗറ്റീവ്, ദർഫോർ അവർ ആംഗിൾ ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ ആംഗിൾ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ തീറ്റ എന്നും, ഫോർത്തിൽ മൈനസ് തീറ്റ എന്നും,
സെക്കൻഡിൽ പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിലും തേർഡ് ക്വാഡ്രൻറ്റിൽ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിലുമാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കാണുന്നത്. ഹിയർ ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. നമുക്കറിയാം ടാൻ തീറ്റയുടെ വാല്യൂ √3, നെഗറ്റീവ് പോസിറ്റീവ് വരുന്നത് ക്വാഡ്രൻറ്റിനനുസരിച്ചാണ്. അപ്പോൾ ടാൻ തീറ്റ എന്നുള്ളത് മൈനസ് √3 ആണെങ്കിൽ ഇവിടെ തീറ്റ ഈക്വൽ ടു മൈനസ്, ഇവിടെ √3 വരുമ്പോഴുള്ള ആംഗിൾ, √3 വരുമ്പോഴുള്ള ആംഗിൾ 60, therefore π/3. Theta equal to minus π/3 is the angle. Therefore we can write 1 minus I√3. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ r equal to √2 and theta equal to minus π/3. Therefore 1 minus I√3 equal to cos r into cos theta plus I sin theta. Here r equal to 2 into cos minus π/3 plus I sin minus π/3. This is 1 minus I√3. Then question number 8. Z equal to minus 1 plus I√3. Here real part equal to minus 1, therefore x equal to minus 1. Imaginary part y equal to √3. We have r equal to root of x square plus y square. X square means minus 1 all square. Y means √3 all square. Idinte root equal to, clearly it is 2. Tan theta equal to y by x and y equal to √3 and x equal to minus 1. Therefore our answer minus √3. Tan theta നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് പറയാം നെഗറ്റീവ് ആണെങ്കിൽ either in second quadrant or in fourth quadrant. ഇവിടെ x നെഗറ്റീവ് ആണ്, y പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മുടെ ആംഗിൾ ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കാണാൻ ചെയ്യേണ്ടത് പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിൽ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ തീറ്റ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആംഗിൾ 90യേക്കാൾ ചെറുത്, ഇവിടെയാണെങ്കിൽ 180യേക്കാൾ ചെറുത്, ഇവിടെയാണെങ്കിൽ -90, -π/2, ഇവിടെയാണെങ്കിൽ -180. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആംഗിൾ പറയാൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. ടാൻ തീറ്റ മൈനസ് √3 ആയതുകൊണ്ട് തീറ്റ ഈക്വൽ ടു പൈ മൈനസ്. ഇനി ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ അതായത് √3 വരുമ്പോഴുള്ള ആംഗിൾ അതായത് 60 എന്ന് പറഞ്ഞാൽ π/3. സിംപ്ലിഫൈ ചെയ്താൽ 2π/3 ഈസ് ദ ആംഗിൾ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് r equal to 2 and theta equal to 2π/3. Therefore minus 1 plus I√3 equal to r into formula cos theta plus I sin theta equal to r, 2 into cos 2π/3 plus I sin 2π/3. That is minus 1 plus I√3 equal to 2π/3. Then question number 9. Ninth question. Z equal to minus 1 minus I√3. Here real part equal to minus 1 and imaginary part equal to minus √3.
From this it is clear r equal to root of x square plus y square equal to x square minus 1 square y minus root 3 square. On simplification we have, it is clear, 1 plus 3, that is root 4 equal to 2. R in the value kitti root 2. Then tan theta equal to, we have to find argument, tan theta equal to y by x, y equal to minus root 3, x equal to minus 1, therefore root 3. Tan theta positive ആണ്, അത് വിചാരിച്ച് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആക്കണമെന്നില്ല. ദിസ് ഈസ് ഫസ്റ്റ് ആൻഡ് ദിസ് ഈസ് തേർഡ് ക്വാഡ്രൻറ്റ്. എക്സും വൈയും നെഗറ്റീവാണ്, അതുകൊണ്ട് നമ്മുടെ ആംഗിൾ ഈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. ഇപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ, നെഗറ്റീവ് ആംഗിൾ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് ആൻഡ് ക്ലോക്ക് വൈസ് ഇൻ നെഗറ്റീവ് ക്ലോക്ക് വൈസ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ തീറ്റ എന്നും സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ മൈനസ് തീറ്റ എന്നും ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിലും തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിലുമാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ തീറ്റ ഈക്വൽ ടു മൈനസ് ഓഫ് പൈ മൈനസ്, ഇനി തീറ്റ എന്നുള്ള വാല്യൂ, അതായത് റൂട്ട് 3 തീറ്റയാണെങ്കിൽ ഉള്ള വാല്യൂ, ഈ തീറ്റ എന്നുള്ള രൂപത്തിലാണെങ്കിൽ അത് 60 ഡിഗ്രിയാണ്, അതായത് പൈ ബൈ 3. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് 2 പൈ ബൈ 3, മൈനസ് 2 പൈ ബൈ 3. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ്, ഒന്ന് ആറിൻ്റെ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്, ആർ ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈക്വൽ ടു മൈനസ് 2 ബൈ 3. Therefore minus 1 minus I root 3 equal to r into cos theta plus I sin theta. On simplification, 2 into cos minus 2 pi by 3 plus I sin minus 2 pi by 3 minus 1 minus I root 3 equal to. Then question number 10. 10th question. Z equal to I. ഇവിടെ I എന്ന പ്യൂർലി ഇമാജിനറി നമ്പറിനെ നമുക്ക് ഇങ്ങനെയും കൂടി മാറ്റി എഴുതാം, അതായത് 0 പ്ലസ് I എന്ന രൂപത്തിൽ. ഇപ്പോൾ 0 പ്ലസ് I എന്ന രൂപത്തിലാണെങ്കിൽ അതിൽ നിന്ന് റിയൽ പാർട്ട് എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഇമാജിനറി പാർട്ട് 1, റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എക്സിന് 0 കൊടുക്കണമെന്നതാണ്. ദെൻ ആർ ഈക്വൽ ടു ഡയറക്റ്റ് 1 എന്ന് എഴുതാം, എങ്കിലും വേണ്ട സ്റ്റെപ്പ് പ്രകാരം നാം എഴുതുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മീൻസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതിൻ്റെ റൂട്ട് ഈക്വൽ ടു 1. ആൻസർ 1 കിട്ടി. ദെൻ ടാൻ തീറ്റ, നമുക്കറിയാം ടാൻ തീറ്റ വൈ ബൈ എക്സ്, വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ 0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം തീറ്റ ഈക്വൽ ടു പൈ ബൈ 2, തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. ഇപ്പം നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, അതായത് ആർ എന്നുള്ള മോഡുലസ് കിട്ടി, തീറ്റ എന്ന ആംപ്ലിറ്റ്യൂഡ് കിട്ടി. അതുകൊണ്ട് ഐ എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അതിൽ തന്നെ ആറിൻ്റെ വാല്യൂ 1, കോസ് തീറ്റ കോസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ പൈ ബൈ 2. വളരെ ക്ലിയർ ആണ്. കോസ് പൈ ബൈ 2 0 ആണ്, സൈൻ പൈ ബൈ 2 1 ആണ്. ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു 1 ഇൻറ്റു ഐ ഈക്വൽ ടു ഐ. വെരി ക്ലിയർ, പോളാർ ഫോം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, 11ാമത്തെ ക്വസ്റ്റ്യൻ. സെഡ് ഈക്വൽ ടു -3. സെഡ് ഈക്വൽ ടു -3 എന്നുള്ളതിനെ നമുക്കൊന്നും കൂടി മാറ്റി എഴുതാം,
അതായത് -3 പ്ലസ് 0i എന്ന രൂപത്തിൽ. അതായത് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം റിയൽ പാർട്ട് ഈക്വൽ ടു -3 ആൻഡ് ഇമാജിനറി പാർട്ട് y ഈക്വൽ ടു 0. x equal to -3 and y equal to 0. From this we have r equal to root of x square plus y square equal to -3 square plus 0 square. Direct formula equal to 3. Then tan theta equal to y by x and y by x equal to 0 by -3. Clearly it is 0. x-ൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം സൂചിപ്പിക്കാം. ടാൻ തീറ്റ 0 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 എന്ന് മാത്രമല്ല പൈ എന്നുള്ള വാല്യൂം കൂടി ഇവിടെ ഉപയോഗിക്കാം. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം. അതായത് ഇവിടെ ടാൻ തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് ഒന്നുകിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പരിഗണിക്കാം. ഇവിടെ ഒന്നുകിൽ ഫസ്റ്റ് ഈ ബോർഡറിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അതുകൊണ്ട് ഈ വാല്യൂ അല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, ഇവിടുത്തെ പോയിൻ്റാണ് പരിഗണിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം തീറ്റ ഈക്വൽ ടു പൈ. തീറ്റ ഈക്വൽ ടു പൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണിത്. എക്സിൻ്റെ തീറ്റയുടെ വാല്യൂ വളരെ പെട്ടെന്ന് 0 എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ 3 കിട്ടി, തീറ്റയുടെ വാല്യൂ പൈ എന്നും കിട്ടി. അതായത് ഈ കോംപ്ലക്സ് നമ്പർ -3 ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. അതിൽ ഡയറക്റ്റ് ആറിൻ്റെ വാല്യൂ 3 കൊടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് നോക്കി അറിയാം ഒരു മൈനസ് വാല്യൂ മാത്രമാണ് ഇനി ആവശ്യം. അപ്പോൾ കോസ് പൈ പ്ലസ് i സൈൻ പൈ. കോസ് പൈ ഈക്വൽ ടു -1. അപ്പോൾ 3 ഇൻറ്റു -1 ക്ലിയർ. സൈൻ പൈ ഈക്വൽ ടു 0. അതേസമയം ഇവിടെ 0 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ കോസ് 0 1 -3 ഈക്വൽ ടു 3 എന്ന രൂപത്തിൽ തെറ്റായ ഒരു ഡാറ്റയാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവും കൂടി ആയതുകൊണ്ട് ഈ പോയിൻ്റാണ് ഉപയോഗിക്കേണ്ടത്, ഈ ഭാഗം സ്വീകരിക്കരുത് എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12, 12ാമത്തെ ക്വസ്റ്റ്യൻ. z ഈക്വൽ ടു -2i. നമുക്കിതിന് പ്യൂർലി ഇമാജിനറി നമ്പറാണ്. അപ്പോൾ 0 -2i എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അതുകൊണ്ട് തന്നെ ഇക്വേറ്റ് ചെയ്താൽ റിയൽ പാർട്ട് 0 ആണ്. ദാറ്റ് ഈസ് x ഈക്വൽ ടു 0. ഇമാജിനറി പാർട്ട് -2 ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം y ഈക്വൽ ടു -2. ദർഫോർ r ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 0 സ്ക്വയർ പ്ലസ് -2 square. On simplification we get r equal to 2 itself, and tan theta equal to formula y by x, y equal to -2 and x equal to 0, that is infinity. From this it is very clear, theta equal to 90 pi by 2. ഇവിടെ എക്സ് 0 ആണ്, y എന്നുള്ളത് നെഗറ്റീവാണ്. നമുക്കൊരു ചെറിയ കാര്യം കൂടി, ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വാല്യൂ ആണ് സ്വീകരിക്കേണ്ടത്. അതായത് ഈ ആംഗിൾ നമ്മൾ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ആംഗിൾ -π/2 എന്ന രീതിയിൽ വേണം പരിഗണിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ആറിൻ്റെ വാല്യൂ 2 ആൻഡ് തീറ്റയുടെ വാല്യൂ -π/2. ദെൻ -2i ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. ആറിൻ്റെ വാല്യൂ 2, കോസ് തീറ്റ കോസ്
മൈനസ് പൈ ബൈ 2 പ്ലസ് ഐ ഇൻറ്റു സൈൻ മൈനസ് പൈ ബൈ 2. നമുക്ക് നേരത്തെ എഴുതിയ പോലെ പ്ലസ് പൈ ബൈ 2 എഴുതിയാൽ ഇവിടെ സൈൻ പൈ ബൈ 2 1 മൈനസ് 2i ഈക്വൽ ടു പ്ലസ് 2i എന്ന രൂപത്തിൽ എത്തും. അതുകൊണ്ട് ആ ആംഗിൾ ഒന്നുകൂടി ക്ലിയർ ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണെങ്കിൽ തീറ്റ എന്നുള്ളത് മൈനസ് പൈ ബൈ 2. പ്രധാനമായിട്ടുള്ളത് വൈയുടെ വാല്യൂ -2 ആണ്. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നാം എഴുതിയത്. ഇതോടെ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത കേസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നാം പഠിച്ചിട്ടുണ്ട് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ രൂപം അറിയാം. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ രൂപം? അതായത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതിലെ കണ്ടീഷൻ ഉള്ളത് a b c ഇതെല്ലാം റിയൽ നമ്പർ ആയിരിക്കണം. അണ്ടർ ദ കണ്ടീഷൻ a നോട്ട് ഈക്വൽ ടു 0. ഇവിടെ എയുടെ വാല്യൂ 0 ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവില്ല. അപ്പോൾ bx പ്ലസ് c ഒരു ലീനിയർ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റ a നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ കാണാൻ നാം പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അവിടെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഡിസ്ക്രിമിനൻറ്റ്. ഇവിടെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ b² മൈനസ് 4ac. ഈ വാല്യൂ 3 തരത്തിൽ വരാം. ഒന്നുകിൽ അത് 0 വരാം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ അത് പോസിറ്റീവ് വരാം. ഇങ്ങനെ 3 ഓപ്ഷനാണ് ഉള്ളത്. b² മൈനസ് 4ac 0 വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സൊല്യൂഷൻ ഈക്വൽ സൊല്യൂഷനാണ്. ഈക്വൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈക്വൽ റൂട്ട്. അതായത് റൂട്ട്സ് ആർ ഈക്വൽ എന്ന് പറയുകയാണ് കുറച്ചും കൂടി നന്നായിരിക്കുക. അതായത് റൂട്ട്സ് ആർ ഈക്വൽ റൂട്ട്സ്. b² മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ ഈക്വൽ റൂട്ട്സ്. ദെൻ നെഗറ്റീവ് വരുമ്പോഴാണ് നോ റിയൽ റൂട്ട് എന്ന് പറഞ്ഞത്. നോ റിയൽ റൂട്ട്. പോസിറ്റീവ് ആണെങ്കിൽ ഈക്വൽ റൂട്ട്. ഈക്വൽ അല്ല, പോസിറ്റീവ് ആണെങ്കിൽ റിയൽ റൂട്ട് എക്സിസ്റ്റ്. ഇവിടെ നാം ഈ ഫസ്റ്റും ലാസ്റ്റും പഠിച്ചതാണ്. ഈ ഭാഗം മാത്രമാണ്, അതായത് നെഗറ്റീവ് വരുമ്പോൾ റിയൽ റൂട്ട് ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നാം ഇതുവരെ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾക്ക് നെഗറ്റീവായ ടേമിനും കൂടി റൂട്ട് വന്നു. അതായത് b² മൈനസ് 4ac നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിയൽ റൂട്ടല്ല, ഇമാജിനറി റൂട്ടാണ് എന്ന് മാത്രം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് റൂട്ട് ഓഫ് -2 നമുക്കറിയാം. എന്താണ് റൂട്ട് ഓഫ് -2? റൂട്ട് ഓഫ് 2 ഇൻറ്റു -1. നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. റൂട്ട് 2 ഇൻറ്റു റൂട്ട് -1. റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് -1 ആയി. ഇതേ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. അതായത് നമുക്കറിയാവുന്നത് ax² പ്ലസ് bx പ്ലസ് c എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നാം പഠിച്ചിട്ടുണ്ട്. അതായത് x ഈക്വൽ ടു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ വാല്യൂ കാണുന്നതിനാണ് സൊല്യൂഷൻ. x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഇതാണ് നമ്മളെ റൂട്ട്. അതിലത്തെ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. b² മൈനസ് 4ac എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു തരം റൂട്ട്, നെഗറ്റീവ് ആണെങ്കിൽ മറ്റൊരു തരത്തിലാണ് റൂട്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ ഈ റിയൽ റൂട്ട്, നെഗറ്റീവ് ആണെങ്കിൽ ഇമാജിനറി റൂട്ട്. ഇതാണ് അവിടുത്തെ കാര്യം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല. x ഈക്വൽ ടു സൊല്യൂഷൻ x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി ചെയ്യാം.
അപ്പോൾ ഇവിടെ വരുന്നത് ആ നെഗറ്റീവ് വി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് വരുന്ന കേസ് മാത്രമാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുൻപ് പഠിച്ച ഭാഗങ്ങളായതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ സെറ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോൾവ് മീൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ എക്സ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0. നമുക്കറിയാം ഗിവൺ ഡാറ്റ, തന്നിരിക്കുന്ന ഡാറ്റ എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0. നമുക്കറിയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു -2, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -2. ആൻസർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു -1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് root 2 into root of -1 equal to plus or minus root 2i, where i equal to root of -1. അപ്പോൾ എക്സിന് 2 സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയത്. ഡിഗ്രി 2 ആയ ഒരു പോളിനോമിയലിന് 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഡിഗ്രി n ആണെങ്കിൽ n സൊല്യൂഷൻ. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2i. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു 0. മറ്റൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് കാണാം. സൊല്യൂഷൻ മീൻസ് വാല്യൂ ഓഫ് ദ വേരിയബിൾ. അപ്പോൾ ഗിവൺ ഡാറ്റ എക്സ് സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു -3. നേരത്തെ ചെയ്ത പോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3. നേരത്തെ എഴുതിയ പോലെ തന്നെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3 ഇൻറ്റു -1. നമുക്കറിയാം റൂട്ട് 3 ഇൻറ്റു -1 റൂട്ട് -1 ഈക്വൽ ടു i. നമുക്കിത് തന്നെ നേരിട്ട് എഴുതാം. അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് പകരം i കൊടുത്താൽ മതിയായിരിക്കും. അതായത് 2 റൂട്ട്സ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 3i ഈസ് ദ സൊല്യൂഷൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, സോൾവ് റൂട്ട് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് റൂട്ട് 2 ഈക്വൽ ടു 0. തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം നമുക്ക് പറയാം. അതായത് എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. റൂട്ട് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് റൂട്ട് 2 ഈക്വൽ ടു 0. അതായത് എ ഈക്വൽ ടു റൂട്ട് 2, b equal to 1 and c equal to root 2. X solution x equal to minus b plus or minus root of b square minus 4ac by 2a. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്താൽ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 റൂട്ട് 2 ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4 ഇൻറ്റു 2 8 ബൈ 2 റൂട്ട് 2. അതായത് എക്സ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -7 ബൈ 2 റൂട്ട് 2. by
2 root 2. Simplify ചെയ്യുമ്പോൾ -1 plus or minus root 7i by 2 root 2 is the answer. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. Question number 4. Solve. Root 5x square plus x plus root 5 equal to 0. Comparing with ax square plus bx plus c, we have a equal to root 5, b equal to 1 and c equal to root 5. Therefore, solution x equal to minus b plus or minus root of b square minus 4ac by 2a minus 1 plus or minus root of b square 1 minus 4 into root 5 into root 5 4ac by 2 root 5 equal to minus 1 plus or minus 1 minus 4 into 5 20 root 5 into root 5 5 2 root 5. ഇതാണ് എക്സിൻ്റെ വാല്യൂ. അതായത് എക്സ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -19 ബൈ 2 റൂട്ട് 5. ഓൺ സിംപ്ലിഫിക്കേഷൻ -1 പ്ലസ് ഓർ മൈനസ് i root 19. ധാരാളം ക്വസ്റ്റ്യനായി നമ്മൾ ഇതേ മോഡൽ ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് എഴുതിയത്. അതായത് റൂട്ടിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ഒഴിവാക്കി i കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനോടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന 5th ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.